വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ജ്വല്ലറി ഹോളാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീഷോയിൽ നിന്ന് ജ്വല്ലറി മേടിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത്രയും കൂടുതലായിട്ട് ബാംഗിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. കാരണം എന്റെ അടുത്ത് അങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് വെസ്റ്റ് അങ്ങനത്തെ രീതിയിലൊന്നും ഒരു ജ്വല്ലറീസ് ഒന്നും എസ്പെഷ്യലി ബാംഗിൾസ് അങ്ങനെ ഇല്ല. അപ്പൊ എന്റെ കയ്യിലുള്ള ബാംഗിൾസ് ഞാൻ ഇതേപോലെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചേക്കുവാണ്. അപ്പൊ ഇത് ഇങ്ങനെ സിപ്ലോ കവേഴ്സിലാട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സിപ്ലോ കവേഴ്സിലായതുകൊണ്ടാണ് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് തോന്നുന്നത്. അത്രമാത്രം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ വെച്ച് കുറച്ചും കൂടെ മേടിക്കാം. അപ്പൊ നമുക്ക് നവരാത്രി വരുന്നുണ്ട്, ദീപാവലി വരുന്നുണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് എനിക്കറിയാലോ പെട്ടെന്നാണ് ടൈം പോകുന്നത്. അപ്പൊ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ജ്വല്ലറി ഞാൻ മേടിച്ച് നോക്കുമ്പോൾ നല്ല അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ മീഷോ ജ്വല്ലറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും പുവർ ക്വാളിറ്റി ആയിട്ട് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നല്ല റേറ്റ് കൊടുത്ത് മേടിക്കത്തില്ലേ, ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ, അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ മീഷോ എന്ന് മേടിക്കുന്നത് തന്നെ. പിന്നെ വല്ലപ്പോഴും മാത്രമാണ് പല ആൾക്കാർക്കും ചിലപ്പോൾ പ്രൊഡക്റ്റുകൾ മാറി വരുന്നത്, ഡാമേജ് പീസ് ഒക്കെ കിട്ടുന്നത്. സോ നമുക്ക് നമ്മുടെ മീഷോ ഹോൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ഈ ഫിംഗറിൽ കാണുന്ന റിംഗ് ആണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന റിംഗ് ഇതല്ല. എനിക്ക് ഈ ഒരു ഇങ്ങനത്തെ സൈഡിലായിട്ടൊന്നും സ്റ്റോൺസ് വരുന്നൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പം അതിന്റെ സെന്ററിൽ ഒരു സ്റ്റോൺ വരുന്ന ഒരു ഞാൻ ഓർഡർ സൈഡ് കാണിച്ചത് ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇതിന്റെ ഒരു 5 to 6 സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇതിന്റെ റേറ്റ് സൈഡിലായിട്ട് കൊടുക്കാം. ഐ തിങ്ക് 200 ബിലോയിലേ വരുന്നുള്ളൂ. നല്ല ഗോൾഡ് ആണ്. അതായത് മീൻസ് നമുക്കൊരു ആന്റിക് ജ്വല്ലറി ഒക്കെ നിങ്ങളൊരു ഗോൾഡ് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തില്ലേ, സെയിം ക്വാളിറ്റി ആണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഫിംഗറിംഗ് ആണ്. നിങ്ങൾക്കൊരു കേരള സാരിയുടെ കൂടത്തിലോ എന്തിന്റെ കൂടെ നിങ്ങൾക്കൊരു പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് കൂടെ സാരിയുടെ കൂടത്തിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു ഗോൾഡിന്റെ ഫിംഗറിംഗ് ആണ്. പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺസിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഐ തിങ്ക് ഗ്രീൻ സ്റ്റോണിൽ വന്നിട്ടുണ്ടായിരുന്നു സിംഗിൾ സ്റ്റോണിൽ വന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ റേറ്റ് ഒക്കെ സൈഡിലായിട്ടും പ്രൊഡക്റ്റ് ലിങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. താല്പര്യമുള്ളവർക്കും മേടിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കട ബാംഗിൾസ് ആട്ടോ. അതിന്റെ പ്രൊനൗൺസിയേഷൻ എക്സാക്ട് അതാണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ബാംഗിൾസിന്റെ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടുതലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ, എസ്പെഷ്യലി നമ്മൾ കോട്ടൺ സാരീസിലെ അങ്ങനത്തെ കൂടുതലൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോകും. ഇതിൽ ഗുങ്കുരു ഡീറ്റെയിൽസും നമുക്ക് മിറർ വർക്ക്സുകളും ആണ് മൊത്തം വന്നിട്ടുള്ളത്. കണ്ടോ. പിന്നെ ഇച്ചിരി സൗണ്ടും ഉണ്ട്. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റബിൾ ആണ്, മീൻസ് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ സൈസ് അപ്പൊ അത്രമാത്രം വലിയ ഫ്രഷ് ഉള്ള കാര്യമല്ല. അപ്പം എനിക്കിതാകുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടാവും. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഓക്സിഡൈസ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എക്സ്പെഷ്യലി നമ്മുടെ ചിക്കൻകാരി കുത്താസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോകുന്ന ഒരു ജ്വല്ലറി പീസ് ആട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിന് അങ്ങനെ മിസ്സിങ്ങോ ഡാമേജോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് എനിക്ക് കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വരുന്നതെല്ലാം തന്നെ നമ്മൾ കാണിച്ച ഫസ്റ്റ് ഫിംഗേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുള്ളൂ. നമുക്ക് അതുപോലെ ഇത് കീപ്പ് ചെയ്യാനും പറ്റും. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഓക്സിഡൈസിൽ വരുന്നത് കുറച്ചും കൂടെ ഒരു കവറിൽ ഇട്ടിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു കളർ അങ്ങനെ മങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതിന്റെ റേറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, സൈഡിലായിട്ടും ഉണ്ട്. ഗൈസ്, അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പൈറൽ ബാംഗിൾസ് ആട്ടോ. നല്ല പ്രിന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഇതിന്റെ ബോത്ത് എൻഡിലായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ ഗുങ്കുരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതൊരു 12 ലേയേഴ്സ് ആട്ടോ വന്നിട്ടുള്ളത്. നല്ലവണ്ണം ഇതിലുണ്ട്. ഞാൻ ഇത്രയും വലുതായിരിക്കും വിചാരിച്ചില്ല ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിന്റെ പേളാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ എവിടെയെങ്കിലും ഒളിഞ്ഞു പോകുകയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലതാ. അപ്പൊ നമുക്കൊരു വെസ്റ്റേൺ ഡ്രസ് ഇത് അങ്ങനെ അത്രയും ട്രഡീഷണൽ ആയിട്ടൊന്നും പോകത്തില്ല. വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ സാരിയുടെ കൂട്ടത്തിലൊക്കെ പോകും. അപ്പൊ ഈ പണ്ടൊക്കെ എനിക്ക് ഈ ഉത്സവപ്പറമ്പിൽ നമ്മുടെ പെരുന്നാളിനൊക്കെ ഇങ്ങനത്തെ കുറേ സ്പൈറൽ ബാംഗിൾസ് വീട്ടുകാരിങ്ങനെ മേടിച്ചു തരുമായിരുന്നു. പക്ഷെ അത് വേഗം പൊട്ടിപ്പോകും. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ആദ്യം ഇടാൻ പഠിക്കണം. അപ്പൊ ഇതാ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. നമുക്കൊരു വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂട്ടത്തിലൊക്കെയാണ് ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് പോകത്തുള്ളൂ. അല്ലാണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ളതിന്റെ കൂട്ടത്തിലൊന്നും അങ്ങനെ പോകില്ല. പിന്നെ സാരിയുടെ കൂട്ടത്തിൽ കുഴപ്പമില്ല. നമുക്കൊരു സ്റ്റൈൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഇടാവുന്ന കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാംഗിൾസ് ആണ് കേട്ടോ. അപ്പം ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഏതൊരു സൈസുകാർക്കും ഇത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇടുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ കയ്യിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കയ്യിൽ ഇട്ടതിന് ശേഷം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇത് ഞാൻ ഓൾമോസ്റ്റ് ഈ പ്രാവശ്യം മേടിച്ചിരുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സിൽവർ ഓക്സിഡൈസിലോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ഡ്രസ്സിന് പോകുന്നു. എസ്പെഷ്യലി നമ്മളിപ്പോ ഒരു നവരാത്രി സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നവരാത്രിക്കൊക്കെ ഇടണമെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വളയാണ്. ഓക്കെ, ഇതിന്റെ ക്വാളിറ്റി ആണെങ്കിലും വളരെ സൂപ്പർബാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും അങ്ങനെയൊന്നും എന്താ പറയുക, നല്ല ഫിനിഷിംഗ് ആണ് ഇങ്ങനത്തെ ഒക്കെ ബാംഗിൾസിന്. അപ്പൊ ഞാൻ സൈഡിലായിട്ട്
ഇതിന്റെ റേറ്റ് കൊടുക്കാം. ഇത് നമുക്ക് അവിടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നമ്മൾ ഇത്രയും നേരം കണ്ടത് ജ്വല്ലറി ആണെങ്കിൽ ഇന്നത്തെ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 2 ബ്ലൗസ് ആണ്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് കേട്ടോ. ഇത് നമുക്ക് ബനിയൻ ക്ലോത്തിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ്. പക്ഷെ നല്ലതാ, നമുക്ക് ഇങ്ങനത്തെ ആകുമ്പോൾ കറക്റ്റ് ഫിറ്റിൽ തന്നെ കിട്ടും. ഇത് എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഏതൊരു സൈസുകാർക്ക് ഇടാം. ഇട്ട് കഴിയുന്ന സമയത്ത് എല്ലാം ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അത്ര നമുക്കൊരു നൈറ്റ് ഡ്രസ്സിന്റെ മെറ്റീരിയൽ പോലെയൊക്കെ ഫീൽ ആവുമെങ്കിലും ഇത് കണ്ടോ. ഇതിന്റെ നെക്ക് ആൻഡ് നമ്മുടെ കൈ രണ്ടും വന്നിട്ടുള്ളത് ലേസ് ഡീറ്റെയിൽസിലാണ് കണ്ടോ. ഇതൊക്കെ ലേസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ബനിയൻ ക്ലോത്ത് മെറ്റീരിയൽ ആണ്. പക്ഷെ നമുക്ക് കറക്റ്റ് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ഇന്നേഴ്സ് ഇടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. മറ്റേ ടൈപ്പ് ആവുമ്പോൾ നമുക്ക് പുറകെ ഹുക്ക് വരുന്ന ടൈപ്പ് ആവുമ്പോൾ ഇതിൽ നമുക്ക് നെഴലടിച്ച പോലെ അതിങ്ങനെ കാണാൻ സാധിക്കും. അപ്പം ഇത് ഇങ്ങനത്തെ ഇതിന്റെ ഒരു റെഡ് ആൻഡ് പിങ്ക് 2 കളേഴ്സ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ 2 കളേഴ്സ് ഞാൻ മേടിച്ചു. ഈ ഒരു പിങ്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം ഞാനൊരു സാരിയും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മാച്ച് ആവുന്ന രീതിയിൽ പിങ്ക് ആൻഡ് റെഡ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ എന്റെ അടുത്ത് ഇപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഇപ്പോൾ 2-3 എണ്ണം ആയി. അപ്പൊ അതിൽ ബ്ലാക്ക് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റും നമ്മൾ മേടിക്കാൻ വരുന്നത് കേട്ടോ. അപ്പൊ റേറ്റ് വളരെ അഫോർഡബിൾ ആണ്. സൈഡിലായിട്ട് കൊടുക്കാം. മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇടുന്ന സമയത്ത് എസ്പെഷ്യലി ഇത് നൈറ്റ് ഡ്രസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അത്ര എന്താ പറയാ കംഫർട്ടബിൾ ആണ്. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്റെ ഈ കൈ കാണുന്ന ഈ ഒരു സ്പൈറൽ ബാംഗിൾസ് ആണ്. ഇതിൽ നമുക്കൊരു സിൽവർ ആൻഡ് പേൾസ് മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ബോത്ത് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഗുങ്കുരു ഡീറ്റെയിൽസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 2, 4, 6 ലെയേഴ്സിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കോംബോ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വേറൊരു പെയറും കൂടെ വന്നിട്ടുണ്ട്. ദെൻ നമുക്കിത് ബോത്ത് ഹാൻഡ്സിൽ ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇതെനിക്ക് മറ്റേ പേൾ ബാംഗിൾസ് ഇല്ല. ഇതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനം കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് എസ്പെഷ്യലി മീഷോ മേടിക്കുന്ന സമയത്ത് റേറ്റ് ആലോചിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണുക. നെക്സ്റ്റ് പർച്ചേസ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ബാംഗിൾസ് ആട്ടോ. ഇത് നോക്കിക്കേ, നല്ല ഭംഗിയല്ലേ. ബാംഗിൾസ് മീൻസ് നമ്മുടെ ബ്രേസ്ലെറ്റ് ബാംഗിൾസ് തന്നെ. ഇതൊക്കെ വരുന്നത് ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള വയേഴ്സ് ആണ്. അപ്പൊ അത്രയും തിൻ ആയിട്ടുള്ള വയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബാംഗിൾസ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം ഇതെങ്ങനെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുത്തിക്കയറി മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ഇടുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇങ്ങനത്തെ ബാംഗിൾസ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ല ഈ ഒരു ബാംഗിൾസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. ഇത് എനിക്ക് തോന്നുന്നു സാരി ആയിരിക്കും ഈ ഒരു ഡ്രസ് ഇതിന് കൂടുതൽ മാച്ചിങ് ആയിട്ട് ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ സൈഡിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല കളർ വ്യത്യാസമൊക്കെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ അതിന്റെ ഒറിജിനൽ ആയിട്ട് ഒരു പിക്ക് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്കൊരു കോംബോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അതിൽ ഫസ്റ്റ് വന്ന് പറയുന്നത് ഈ ഒരു ബാംഗിൾസ് ആട്ടോ. അപ്പൊ ഇത് സൗണ്ട് പക്ഷെ ഭയങ്കര സൗണ്ടാ അല്ല സംഭവം നല്ല രസമായിട്ടുണ്ട്. പക്ഷെ ഞാനിത് റിട്ടേൺ അടിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുക. കാരണം നമ്മൾ നേരത്തെ ഒക്കെ കാണിച്ച ബാംഗിൾസുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ നേരത്തെ കാണിച്ചതിന് ഇതിൽ മിറർ വർക്ക്സ് വരുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെ മിറർ വർക്ക്സ് അല്ല കേട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല. നല്ല റേറ്റ് കുറവില്ല. 200 രൂപയ്ക്കാണ് എനിക്ക് ഒരു 3 ബാംഗിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഇതിന്റെ ക്വാളിറ്റിനെ പറ്റി അത്ര എന്താ പറയാൻ പറ്റില്ല. പിന്നെ ക്വാളിറ്റിയിലും വലിയ പ്രശ്നമൊന്നും ഇല്ല. സംഭവം കൊള്ളാം, നല്ലതാ. അപ്പോൾ ഇതാണ് നമ്മുടെ അതിനകത്ത് വരുന്ന ആദ്യത്തെ ബാംഗിൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കണ്ട കോംബോയിലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതാണ്. കുറച്ച് ഗുങ്കുരു ഡീറ്റെയിൽസും മിറേഴ്സും ആണ് വന്നിട്ടുള്ളത്. റൗണ്ട് മിറേഴ്സ് ആണ്. അപ്പം ഇതിന്റെ ക്വാളിറ്റി അത്ര സുഖമില്ലാത്തൊരു ക്വാളിറ്റി ആട്ടോ. പിന്നെ 200 രൂപയ്ക്ക് നമുക്ക് 3 എണ്ണം കിട്ടുമ്പോൾ നമ്മൾ ഇത്രയൊരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഞാനിത് റിട്ടേൺ അടിക്കുകയാണ്. കാരണം ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു കംഫർട്ടബിലിറ്റി ഇല്ല. കയ്യിൽ കുത്തി കയറുന്ന പോലെയാണ് ഉള്ളത്. ഇതാണ് അതിന്റെ തേർഡ് വൺ എന്ന് പറയുന്നത്. സ്ക്വയറിലാണ് ഇതിന്റെ മിറേഴ്സ് വന്നിട്ടുള്ളത്. സെയിം രണ്ടും പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു മിററിലെ ഷേപ്പിൽ ഉണ്ടായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടും ഇടുമ്പോൾ നമുക്കൊരു കംഫർട്ടബിലിറ്റി ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യാം. റേറ്റ് എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. 200 രൂപയ്ക്കാണ് ഇത് 3 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമാണ്. പക്ഷെ നമുക്ക് ഇടാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിത് റിട്ടേൺ അടിക്കും. ഇതാട്ടോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് കുന്തൻ വർക്ക്സുകളാണ് വന്നിട്ടുള്ളത്. ഈ കുന്തനിൽ കുറച്ചെണ്ണം പറഞ്ഞ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. then കുറച്ച് ഗുങ്കുരു ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഗുങ്കുരു കുറച്ച് പറഞ്ഞിട്ട് കുറച്ചല്ല ഒരെണ്ണം അത് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കുന്തനാണെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. പക്ഷെ എനിക്കിത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം നമുക്ക് ആ ഒരു പിക്കിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭംഗിയില്ല. എസ്പെഷ്യലി ഞാനിത് ഇട്ട് കഴിയുമ്പോൾ ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ ഇവിടെ ഇട്ടാണെങ്കിലും കണ്ടില്ലേ ഇതേപോലെയൊക്കെ വന്നിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സംഭവം നമ്മൾ ഇത്രയും നേരം കാണിച്ചതിനെക്കാട്ടും കുറച്ചുകൂടെ വെറൈറ്റി ആണോ എന്ന് വെച്ചാൽ അത് ഈ കുന്തൻ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. മറ്റൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളതായിരുന്നു. ഇതൊരു ഇത്തിരി വ്യത്യാസമുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഇതിന്റെ റേറ്റ് സൈഡിലായിട്ട് കൊടുത്തേക്കാം. പക്ഷെ ഇങ്ങനത്തെ ബാംഗിൾസ് നമുക്ക് പറയില്ല ഏത് സൈസിലുള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പൊ ഈ ബാംഗിൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയാ. സൈഡിലായിട്ട് നമുക്ക് പിക്ക് കൊടുക്കാതെ. ഞാൻ ഇട്ടിട്ട് ഇങ്ങനെയായിരുന്നു ഉണ്ടായത്. കുറച്ച് ലൂസാ.
ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു നെക്ലേസ് ആട്ടോ. അപ്പൊ നെക്ലേസ് കാണുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ഇയറിംഗ്സ് ഒന്ന് കാണാം. അപ്പം ഇതാട്ടോ ഇയറിംഗ്സ്. അപ്പം ഇതിന്റെ ഒരു സ്റ്റോണ് മിസ്സിംഗ് ആണ്. സ്റ്റോണോട് കൂടി ഇത് ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കണ്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഇതിന്റെ നെക്ലേസ് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ നെക്ലേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ഗോൾഡൻ അത്യാവശ്യം ഇങ്ങനെ ഊതിച്ച് നിൽക്കണ പോലെയൊക്കെ നമുക്ക് തോന്നുന്നല്ല, അങ്ങനെ ഉദിച്ച് നിൽക്കണ കൈൻഡ് ആണ്. അപ്പൊ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാല് ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. പിന്നെ എനിക്കിവിടെ ഈ ക്ലാവിക്കലിന്റെ എല്ലാം അത്യാവശ്യം നല്ലോണം ഇങ്ങനെ പട്ടിണിക്കോലത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഇങ്ങനെ പൊന്തി നിൽക്കട്ടെ. അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് സൈഡിലായിട്ട് പിക്ക് കാണിച്ചു തരാവേ. ഇതാണ് ഇതിന്റെ ഈ ഒരു ബ്ലൂ കളറും പിങ്കും ആ സ്റ്റോൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഞാൻ സൈഡിലായിട്ട് ഇങ്ങനെ പിക്ക് വല്ല കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാതിരി. നമുക്കൊരു കൺഫ്യൂഷൻ ആവും ഏത് മേടിക്കണം മേടിക്കുന്നത്. അപ്പൊ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ഇതെനിക്കൊരു മിസ്റ്റേക്ക് ആയി പോയെന്ന് സംശയമുണ്ട്. കാരണം ഇതിന് നല്ലതായിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാരി ആട്ടോ. അതുകൊണ്ട് ഇത് നമ്മുടെ സാധാരണ തുണിക്കടയിലൊക്കെ സാരി എടുക്കണ പോലെ ഉള്ളിൽ പേപ്പറൊക്കെ വെച്ച് നല്ലോണം തന്നെ പൊതിഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. എനിക്ക് ആദ്യമായിട്ടോ ഇത്രയും വൃത്തിക്ക് ഒരു സാരി ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് കിട്ടണത്. ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിതൊരു നവരാത്രി സീരീസിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. സൈഡിലായിട്ട് കണ്ടോ ഹേസർ വർക്ക്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മുന്താണിയല്ലേ ഹേസർ എന്നാണ് തോന്നുന്നു പറയണത്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാ. ബോർഡർ വന്നിട്ടുള്ളത് നമുക്ക് സിൽവർ കളറിൽ ഗോൾഡൻ ലൈൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു ഹാൻഡ്ലൂം ലിനൻ സാരിയാണ്. 215 രൂപയ്ക്കാട്ടോ എനിക്ക് സാരി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല സാരിയാണ്. ഈ സാരിക്ക് ഓൾറെഡി ഓർഡർ പോയി. അതായത് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതെന്റെ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാലൊക്കെ ഞാൻ സാരി ഉടുക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. ഞാനിങ്ങനെ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സാരിയോട് ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഒരു സാരി കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഞാനിങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ടൈമിൽ. അങ്ങനെ നമ്മുടെ മീഷോ ഹോൾ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ നെക്സ്റ്റ് വരുന്ന ഷോർട്സിലൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. സോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതെല്ലാം പ്രൊഡക്റ്റ് എടുത്ത് കൈ കാണിച്ചു തന്നു, നമ്മൾ ഇട്ട് കാണിച്ചു തന്നു. അങ്ങനെയൊക്കെ സാരിയുടെ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.